ഹലോ, ഞങ്ങളിന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ കോറൊത്താനയിൽ ഒരു സ്റ്റേക്കേഷന് പോവാണ്. ഓഫീസിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പോയി നോക്കാം. We have done 50 million in sales in 2 months. Now it's time for our vacation. ഓഫീസിൽ നിന്ന് ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റാസൽ കൈമയിലേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞങ്ങൾ റൊത്താനയിലെത്തി. എൻട്രിയിൽ തന്നെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് നേരെ പോയത് ഫുഡ് അടിക്കാനാണ്. ഞാനൊരു ലസാനിയൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചിയേഴ്സും പറഞ്ഞിരിക്കുമ്പോഴത്തേനും എൻ്റെ ഫുഡ് എത്തി. ഇതാണ് ഐറ്റം. സംഭവം ഒരു ബീഫിൻ്റെ ഐറ്റം ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സാധനം കൊള്ളായിരുന്നു. ഫുഡ് അടി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് റൂമിൽ പോകാനുള്ള ഭാഗ്യം വന്നു. ഞങ്ങളൊരു 2 BHK വില്ലയാണ് കേട്ടോ എടുത്തത്. വില്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. വില്ലയിൽ ഒരു പ്രൈവറ്റ് പൂളും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ ഡ്രസ്സും മാറ്റി എല്ലാവരും കൂടെ പൂളിലേക്ക് ഇറങ്ങി. കൊളീഗ്സുമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഒരുപാട് നല്ല ഹാപ്പി മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു. പൂളിലെ അർമാദിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ബീച്ചിലേക്കാണ്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അടിപൊളി സൺസെറ്റ് വ്യൂ കിട്ടി. ഇവിടെ പിന്നെ ബീച്ചിൽ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് ജെറ്റ് സ്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചേട്ടായി പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യാൻ തന്നില്ല, നേരെ അങ്ങ് ഇറങ്ങി. പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ, ഞാനും ഇറങ്ങി. കുറേ കാലമായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് കിടക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. പിന്നെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അഡ്രിനാലിൻ റഷ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയാം. ബീച്ചിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ബീച്ച് സൈഡിൽ ഒരു ചെറിയ ഗാനമേളയൊക്കെ ആയിട്ട് അങ്ങ് കൂടി. ഈ കാണുന്നത് ശരത്തിൻ്റെ മാസ്മരീതമായ പ്രസംഗമാണ് കേട്ടോ. ഇവർ ഹിന്ദി പാട്ടൊക്കെ പാടുമ്പോൾ നമുക്കൊരു മലയാളം പാട്ട് പാടിയില്ലേ, മോശമല്ലേ? ഗാനമേളയൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഡിന്നറും കഴിച്ച് കുറച്ച് നേരം വേൾഡ് കപ്പും കണ്ടിട്ട് എല്ലാവരും കൂടെ ഒരു വില്ലയിലേക്ക് അങ്ങ് ഗ്യാദർ ചെയ്തു. പിന്നെ അങ്ങോട്ട് കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ വർക്ക് ലൈഫിൽ മനസ്സ് തുറന്ന് ചിരിക്കുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം.